BCCI മാച്ച് റഫറി പി രംഗനാഥൻ ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ പി രംഗനാഥൻ, അങ്ങ് ക്രിക്കറ്റ് പരിശീലകനാണ്, ക്രിക്കറ്റ് താരമാണ്, ഒരുപക്ഷെ ശ്രീകാന്തിനെ പോലെ തകർപ്പനടികളിലൂടെ ക്രിക്കറ്റിൽ വരവറിയിച്ച ആളാണ്. പക്ഷേ അങ്ങ് ഇപ്പോൾ BCCI മാച്ച് റഫറിയുമാണ്. പക്ഷേ അങ്ങ് സെലക്ടർ അല്ല. എങ്കിലും അങ്ങേക്ക് എല്ലാം തുറന്നു പറയാൻ കഴിയണമെന്നില്ല. കാര്യം BCCIയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. മെറിറ്റ് അനുസരിച്ച് ഇപ്പോൾ കരുൺ നായർ 7 ഇന്നിങ്സിൽ 752, ഇന്നലെ 8ാമത്തെ ഇന്നിങ്സിൽ 27 റൺസ് അടിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. കരുൺ നായർ, റിങ്കു സിംഗ്, അങ്ങനെ എത്രയെത്ര താരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ ഇടം കിട്ടാതെയുണ്ട്. സിറാജിനെ ഒന്ന് ഓർത്തു നോക്കൂ. കഴിഞ്ഞ 2 വർഷത്തിനിടെ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഏകദിന വിക്കറ്റുകൾ നേടിയ കളിക്കാരനാണ് സിറാജ്. ഷമി ടീമിൽ തിരിച്ചെത്തി എന്നത് ശരിയാണ്, അവഗണിക്കാനാവില്ല. പക്ഷേ ബുംറയുടെ പരിക്ക് ഇനിയും ഭേദമായിട്ടില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിലുണ്ടെങ്കിലും കളിക്കുമോ എന്നുറപ്പില്ല. ആ സിറാജ് എന്നിട്ട് കൂടി ടീമിൽ പരിഗണിക്കപ്പെട്ടില്ല. നോക്കൂ, സഞ്ജുവിന് വേണ്ടി മാത്രം നമ്മൾ എന്തിന് മുറവിളി കൂട്ടണം? മെറിറ്റ് അനുസരിച്ച് സഞ്ജു KCA തടസ്സമായിരുന്നില്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫി ടീമിലുണ്ടാകാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നു? ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു KCAയുടെ അല്ലെങ്കിൽ വിജയ് ഹസാരെ കളിക്കാത്തത് കൊണ്ട് ഇന്ത്യൻ ടീമിൽ പരിഗണിച്ചില്ല എന്ന് പറയുന്ന ശുദ്ധ സംബന്ധമാണ്. കാരണം ഇപ്പൊ ആരെ ഡ്രോപ്പ് ചെയ്യും കൃഷ്ണരാജ്? ഈ ടീമില് എടുത്തിരിക്കുന്ന ഒരു താരത്തിനെ നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ സഞ്ജുവിലും ബെറ്റർ ആണെന്ന്, അല്ലെങ്കിൽ സഞ്ജു ആണ് ആ താരത്തിലും മികച്ചതാണെന്ന്? ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ധാരാളം ഇപ്പോ കൃഷ്ണരാജ് പറയുന്നതിലും ഉപരിയായിട്ട് ഇഷാൻ കിഷൻ വിജയ് ഹസാരയില് വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ ജുറൈൽ എന്നുള്ള കീപ്പർ, അദ്ദേഹം ഇതുവരെ അവസരം ലഭിക്കുന്നില്ല. ടെസ്റ്റ് സേവ് ചെയ്ത ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് അദ്ദേഹം, ഏറ്റവും യുവതാരമാണ്, അദ്ദേഹത്തിന് അവസരം ലഭിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഒരു താരത്തിന് വേണ്ടി മാത്രം ഒരു വിമർശനങ്ങളിലോട്ട് പോകുന്നതിൽ യാതൊരു കഴമ്പുമില്ല. കാരണം ഇന്ന് ഇന്ത്യൻ ടീം നോക്കുകയാണെങ്കിൽ ഒരു 3 ടീം എടുക്കാനുള്ള താരങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പൊ പെർഫോം ചെയ്യണം, പെർഫോം ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ ഏത് താരത്തിനായാലും അവസരം ആ സമയത്ത് ലഭിക്കും. ഇപ്പൊ സഞ്ജുവിനെ നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ടീമിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറയാൻ സാധിക്കില്ല. കാരണം T20 ഫോർമാറ്റില് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരെ ഇപ്പൊ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. അതാണ് പ്രസക്തമായ ചോദ്യം. അതായത് 2020 ടീമിൽ മികവ് കാണിക്കുന്നുണ്ട് സഞ്ജു, സെഞ്ചുറികൾ തുടരെ അടിച്ചു, ബംഗ്ലാദേശിനെതിരെ, ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒക്കെ. ആ സഞ്ജു ആ മികവ് കൊണ്ട് 2020 ടീം പ്രഖ്യാപിക്കുമ്പോൾ അവിടെയുണ്ട്. ഏകദിനത്തിലേക്ക് പരിഗണിച്ചില്ല എന്ന കാരണത്താൽ വിജയ് ഹസാരെയും KCAയും നോക്കി കുറ്റം പറയുന്നത് എന്തിനാണ്? വളരെ ശരിയാണ് കൃഷ്ണരാജ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. കാരണം നമുക്ക് ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഒരു 15 പേരെ സെലക്ട് ചെയ്യുമ്പോഴേ അതിന്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. കാരണം എല്ലാ പ്ലേയേഴ്സും ഇപ്പൊ പെർഫോം ചെയ്യുന്നു. കൃഷ്ണരാജ് പറഞ്ഞ മാതിരി കരുൺ നായർ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചിട്ട് ടെസ്റ്റ് ടീമിൽ നിന്ന് അടുത്ത ടെസ്റ്റിൽ ഡ്രോപ്ഡ് ആയ ഒരു താരമാണ്. അദ്ദേഹം വിജയ് ഹസാരയിൽ ഏറ്റവും റെക്കോർഡ് ആവറേജ് ആണ് വിജയ് ഹസാരയിൽ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് പരിഗണിക്കണമെന്ന് പറഞ്ഞില്ല എന്നുകൊണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഒബ്ജക്ഷൻ അല്ലെങ്കിൽ വിദർഭയോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതെല്ലാം ഒരു രീതിയിൽ സെലക്ടേഴ്സ് ഇരിക്കുമ്പോൾ ആ ടീമിന്റെ ബാലൻസ് നോക്കി അവർ സെലക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു കാരണം കൊണ്ട് പ്രത്യേകിച്ച് KCAനെ ബ്ലെയിം ചെയ്യേണ്ട ഒരു കാര്യവും എനിക്കിതിൽ കാണുന്നില്ല. കാരണം പിന്നെ ഡിസിപ്ലിന്റെ കാര്യത്തിൽ അദ്ദേഹം ഇതിനും മുമ്പ് രഞ്ജി ട്രോഫിയുടെ 4ാം ദിവസം കർണാടകയിൽ വെച്ച്, ബാംഗ്ലൂരിൽ വെച്ച് അദ്ദേഹം പറയാതെ പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു സഞ്ജുനമാരിയുള്ള പ്ലെയറിന് ചേർന്ന ഒരു അല്ല. ശ്രീ പി രംഗനാഥൻ, എനിക്ക് അതിനു മുൻപേ ഉള്ള കാര്യങ്ങൾ അറിയാം, അങ്ങേക്കും അറിയാമായിരിക്കും. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ മുംബൈയിൽ അന്ന് ന്യൂട്രൽ വേദിയാണ് രഞ്ജി ട്രോഫിയിൽ. ജലജ് സക്സേനയൊക്കെ വന്ന സമയം അതിഥി താരങ്ങൾ ഇരിക്കുന്ന വേദിയിൽ ഫോമൗട്ടായി ഡക്കായി പവലിയനിൽ ഡ്രസ്സിംഗ് റൂമിലെത്തുന്ന സഞ്ജു ബാറ്റ് അവിടെ അടിച്ചു പൊട്ടിക്കുന്നു. അതിനുശേഷം ഒഫീഷ്യൽ ജേഴ്സി ഊരി വെച്ച് അവിടെ നിന്ന് വേറൊരു ട്രാക്ക് സ്യൂട്ട് ഇട്ട് പുറത്തേക്ക് പോകുന്നു. രാത്രിയായിട്ടും തിരിച്ചെത്തുന്നില്ല. ജുഹു ബീച്ചിൽ നിന്ന് മലയാളികളാരോ കണ്ടുപിടിക്കുന്നു, അങ്ങനെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള കഥകൾ ഒരുപാടുണ്ട്. വളരെ ശരിയാണ്. അത് കൂടാതെ നമ്മൾ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ രോഹിത് ശർമ്മ, ഋഷഭ് പന്ത്, ഇവരെല്ലാം രഞ്ജി ട്രോഫിക്ക് വേണ്ടി ഡൽഹി ടീമിനും മുംബൈക്കും വേണ്ടി പ്രിപ്പറേഷൻ നടത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള മുതിർന്ന താരങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ക്യാമ്പെല്ലാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം എന്ത് കാരണം കൊണ്ടാണോ വരാത്തത്, അദ്ദേഹം കേരളയ്ക്ക് കളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു റീസൺ കാരണം കൊണ്ട് വരാതെ ആണോ പോയത്, അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നു ഇപ്പോ KCA അത് ചോദിച്ചിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ
അദ്ദേഹം ആ റിപ്ലൈ കൊടുക്കുന്നത് തന്നെ. പക്ഷെ ആ ഒരു കാരണം കൊണ്ട് ഇന്ത്യൻ ടീമിൽ പരിഗണിക്കാതെ പോയിന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അജിത് അഗർക്കറായാലും ശരത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ സഞ്ജു വി സാംസൺ അറിയുന്നതാണ് ശരത് എന്നുള്ള സൗത്ത് സോണിൽ നിന്നുള്ള സെലക്ടർ. അദ്ദേഹമെല്ലാം വളരെ കീനായിട്ട് സൗത്ത് സോണിൽ നിന്ന് ഒരു പ്ലെയറിനെ ഇന്ത്യൻ ടീമിലോട് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ വിജയ് ഹസാരെ കളിക്കാത്ത പല താരങ്ങളും ഇപ്പൊ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വിജയ് ഹസാരെ കളിക്കാത്തത് കൊണ്ട് സഞ്ജുവിനെ ഒഴിവാക്കി. പക്ഷെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഡിസിപ്ലിൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ലോങ് വിഷനിൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിയ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ തീർച്ചയായിട്ടും ഒരു രീതിയിൽ എല്ലാ ക്യാമ്പ് അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് തക്കതായ കാരണം പറയുക. അതല്ലാതെ ടീമിൽ നിന്ന് മാറി നിൽക്കുക, ഞാൻ മുതിർന്ന താരമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രോഹിത് ശർമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞതായിട്ടാണ്, ഞാൻ ഈ തിരക്കിനിടയിൽ തുടരെ മത്സരങ്ങൾ കളിക്കുന്ന തിരക്കിനിടയിൽ അതിപ്പോൾ ഫോം ഔട്ട് ആയിരിക്കാം എങ്കിൽ പോലും ഞാൻ എപ്പോഴാണ് പോയി ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കുക, അതിനെപ്പോഴാണ് എനിക്ക് സമയം, എനിക്ക് വിശ്രമം വേണ്ടേ എന്ന് ചോദിച്ചതായി മനസ്സിലാക്കുന്നു. അവിടെയാണ് സഞ്ജു 2020 ടീമിൽ മാത്രം സജീവമായി നിൽക്കുന്ന ഒരാൾ. സഞ്ജു എന്ന പ്രതിഭയെ നിരാകരിക്കുന്നില്ല ഒരു കാരണവശാലും. കാര്യം നമ്മൾ മലയാളികളുടെ മനസ്സിൽ ശ്രീശാന്തും സഞ്ജുവും രണ്ട് ഹൃദയങ്ങളാണ്. നമുക്ക് ആകെ 3 ഹൃദയങ്ങളാണ് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക്. അതിലൊന്ന് നമ്മുടേത് സ്വയം, മറ്റൊന്ന് സഞ്ജുവും ശ്രീശാന്തും ഒക്കെയാണ്. നമുക്ക് ആർക്കും സഞ്ജുവിനോട് ഒരു വിരോധവുമില്ല, ശത്രുതയുമില്ല. സഞ്ജുവിനെ മാറ്റി നിർത്തിയാൽ BCCIയുടെ പേജിൽ കയറി കൃത്യമായി മലയാളത്തിൽ പറയുന്ന എത്രയെത്ര ആരാധകരാണുള്ളത്. നമുക്ക് സഞ്ജുവിനെ മാറ്റി നിർത്തുകയല്ല, KCAയെ ചേർത്ത് പിടിക്കുകയുമല്ല. രണ്ടും ഒരുപോലെ പോകണം, ആരും ആർക്കും തടസ്സമാകരുതെന്ന ആഗ്രഹം മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതേപോലെ ഒരു IPL ക്യാമ്പ് ആണെങ്കിൽ ഈ താരങ്ങളെല്ലാം ഒരു ദിവസം മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്ത് ആ ക്യാമ്പ് മുഴുവൻ പൂർണ്ണമായിട്ടും അറ്റൻഡ് ചെയ്ത് ആ ടീമിന് വേണ്ടി അവരെ പൂർണ്ണമായിട്ടും കളിക്കാനായിട്ട് സജ്ജരാകുന്നു. പക്ഷെ സ്വന്തം രാജ്യത്തിനോ അല്ലെങ്കിൽ സ്വന്തം സംസ്ഥാനത്തിനോ കളിക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു നിരസത, അത് ഒഴിവാക്കേണ്ടതാണ്. എത്ര മുതിർന്ന എത്ര വലിയ പ്ലെയർ ആയാലും അതിൻ്റെതായ ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് പോകേണ്ട അനിവാര്യമായിരിക്കും. ഇപ്പൊ KCA ഞാൻ അറിയാൻ കഴിഞ്ഞത് ഇന്നലെ ജയേഷും അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാരവാഹികളൊക്കെ പറഞ്ഞത്, അദ്ദേഹം ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെയാണ് അദ്ദേഹം ക്യാമ്പിൽ വരുന്നില്ല, രഞ്ജി ട്രോഫിയുടെ ഇടയ്ക്ക് അദ്ദേഹം പോകുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ പ്രവണതയൊന്നും ശരിയല്ല. എത്ര വലിയ താരമാണെങ്കിലും ഈ താരങ്ങളെല്ലാം നാളെ ഒരു കാലമുണ്ട്, അത് ആലോചിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ. കാരണം വളരെ കോമ്പറ്റീറ്റീവ്. ഈ സഞ്ജുവിനെ മര്യാദ പഠിപ്പിക്കണമായിരുന്നുവെങ്കിൽ, സഞ്ജുവിനൊരു തടസ്സമാകണമായിരുന്നുവെങ്കിൽ അത് വളരെ നേരത്തെ ആകാമായിരുന്നു. ഒരുപക്ഷെ എല്ലാവരും സഞ്ജു സഞ്ജു എന്ന് വിളിക്കുന്നതിന് മുൻപേ തന്നെ സഞ്ജുവിനെ അസ്തമിപ്പിക്കാനുള്ള കാരണങ്ങൾ സഞ്ജു തന്നെ ഉണ്ടാക്കിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃഷ്ണരാജ്, ഇപ്പൊ ഈ T20 ടീം സെലക്ഷൻ വന്നപ്പോ തന്നെ അത് ബാധകമായിരുന്നു. കാരണം KCA ഈ ഒരു കർണാടകയില് ബാംഗ്ലൂരിൽ നടന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ടീം സെലക്ഷൻ നടക്കുന്ന ഘട്ടത്തിൽ സഞ്ജുവിനെ ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 മത്സരങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഞ്ജുവിനെ പോലെയുള്ള താരത്തിന്, അദ്ദേഹത്തിന്റെ ആ കളിയുടെ ഒരു ബ്രില്യൻസ്, അത് നമുക്ക് പറയാതിരിക്കുക വയ്യ. അദ്ദേഹം ഹൈലി ടാലന്റഡ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ അത് KCA ആയിട്ടെല്ലാം തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത്, കാരണം ഒരു റോൾ മോഡലാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ധാരാളം താരങ്ങൾ ഇപ്പൊ സഞ്ജു വി സാംസണെയൊക്കെ കണ്ട് കളി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു താരങ്ങളാണ്. നാളെ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ KCA എവിടെ, BCCI എവിടെ, ആ രീതിയിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പൊ ഓരോ ബോഡി, ഓരോ അസോസിയേഷൻ ഉള്ളത് പ്ലേയേഴ്സിനെ ബിൽഡ് ചെയ്യാനാണ്, അല്ലാതെ നശിപ്പിക്കാനല്ല.